ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുനീറ. ഇന്ന് എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണല്ലേ. അതുപോലെ തന്നെ ഞാനും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിനിടയിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു വീഡിയോ പെട്ടത്. ആ വീഡിയോക്കടിയിലായി ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ടായിരുന്നു. അതായത് ആ വീഡിയോ ഇങ്ങനെയായിരുന്നു: പല പാവപ്പെട്ടവർക്കും സഹായം ചെയ്യുന്ന ഒരാളാണ് സൽമാൻ ഭായ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ റംസാൻ പ്രമാണിച്ച് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന് ആരാണോ ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ വാട്സപ്പ് ലിങ്കിലേക്ക് മെസ്സേജ് അയക്കുന്നത്, അവർക്ക് റംസാൻ പ്രമാണിച്ച് സഹായം നൽകും, പണം നൽകും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് സ്കാമായി തോന്നി. എങ്കിലും ചെറിയൊരു ജാഗ്രതയോടുകൂടി ഞാൻ ആ വീഡിയോയിൽ കണ്ട വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അപ്പോൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിക്കണം എന്നൊരാഗ്രഹമുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് ആ വീഡിയോ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലും ഭാഗ്യവശാൽ കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ആ വീഡിയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവരുടെ അക്കൗണ്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കണ്ടത്, അതായത് ജസ്റ്റ് ഫോർ യു 8888 എങ്ങനെയായിരുന്നു. ഇത് ഞാൻ ഈ അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അപ്പോൾ കണ്ട ആ ഒരു അക്കൗണ്ട് ഇവിടെ കിട്ടാനില്ല. വേറെ ഏതൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അതിലുള്ളതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ട അപ്പോൾ ഇതിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ കോണ്ടാക്റ്റ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെയായിരുന്നു അവിടെ വാട്സപ്പിൻ്റെ ഒരു ഓപ്ഷൻ വന്നിരുന്നു. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ നേരെ പോയത് ഇങ്ങനെ ഒരു വാട്സപ്പിലേക്കായിരുന്നു ഞാൻ വന്നത്. ഇതിലേക്ക് കയറിയ പാട്, അതിന് മുമ്പായിട്ട് ഞാൻ ഇവരുടെ ഈ നമ്പറൊന്ന് കാണിക്കാം. ഈ നമ്പർ ശ്രദ്ധിച്ചപ്പോൾ +92, അതായത് ഇതൊരു പാകിസ്ഥാൻ നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇദ്ദേഹം തന്നെയായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ. ഈ നമ്പറിലേക്കാണ് വന്നത്. ഈ നമ്പറിലേക്ക് കയറിയ പാട് തന്നെ എനിക്കൊരു കോള് വരികയുണ്ടായത്. അതിന് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ആ കോളിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിക്കണം, ഇതൊരു പാകിസ്ഥാൻ നമ്പറാണ്. അപ്പോൾ മിക്കവാറും ഉറുദു, ഹിന്ദി ആ ഒരു ഭാഷയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ഉറുദുവിലായിരുന്നു സംസാരിച്ചത്. അപ്പോൾ എന്തായിരുന്നു സംസാരിച്ചതെന്ന് ഞാൻ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അപ്പോൾ കോളിൽ ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞത്: അസ്സലാമു അലൈക്കും ബഹൻ, മേരി പ്യാരി ബഹൻ, അതായത് എൻ്റെ പൊന്നു പെങ്ങളെ അസ്സലാമു അലൈക്കും, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ
അത് സംസാരിച്ചു തുടങ്ങി. ഞാൻ സലാം വീട്ടി. ബഹൻ, ഞാൻ ഈ റംസാൻ ആയതുകൊണ്ട് പല മുസ്ലിം സ്ത്രീകൾക്കും സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ബഹൻ, ഞാൻ നിങ്ങൾക്കും പണം നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത്? അവിടെ ചോദ്യം ശ്രദ്ധിക്കണം. അവർ ചോദിച്ചത് ഇങ്ങനെ, നിങ്ങൾക്ക് എത്ര പണമാണ് ഞാൻ നൽകേണ്ടത്? ആ പണം ഞാൻ നിങ്ങൾക്ക് നൽകാം. അവിടെയും എനിക്ക് കത്തി, ഇത് തീർച്ചയായും സ്കാമാണ്. ഓക്കെ, എങ്കിലും ഞാൻ തുടർന്നു. സർ, അല്ല സർ എന്നല്ല ഞാൻ പറഞ്ഞത്. അവർ ബഹൻ എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഭയ്യ എന്നായിരുന്നു വിളിച്ചത്. ഭയ്യ, എനിക്ക് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണോ കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ തന്നാൽ മതി. അങ്ങനെയല്ല ബഹൻ, നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ. നിങ്ങൾക്ക് എത്ര പണം വേണം? എത്ര വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ പെങ്ങൾക്ക് നിങ്ങൾ എത്രയാണോ തരാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നോളൂ. റംസാനായി നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എത്രയാണോ സക്കാത്ത് കൊടുക്കാൻ ഈ പെങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നോളൂ. അപ്പോൾ അവർ പറഞ്ഞു, ശരി ബഹൻ. ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 50,000 തരാനാണ് ആഗ്രഹിക്കുന്നത്. 50,000? ഞാൻ നിങ്ങൾക്ക് 50,000 തരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തരുന്നു. അത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ അയക്കൂ. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ബഹൻ, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഫസ്റ്റ് അക്കൗണ്ട് നമ്പറാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ചോദിച്ചതിന് ശേഷം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അതിൽ പറയുന്ന പേരും എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഗൂഗിൾ പേ നമ്പർ ഇപ്പോൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ തന്നെയാണല്ലോ. ഓൾറെഡി എൻ്റെ വാട്സപ്പ് നമ്പർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്പർ കൊണ്ട് മാത്രം ഒന്നും ആവില്ലല്ലോ എന്ന് ഞാൻ ജാഗ്രത വെച്ചുകൊണ്ട് തന്നെ എൻ്റെ നമ്പറും, അതായത് എൻ്റെ ഗൂഗിൾ പേ നമ്പറും എൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ കാണിക്കുന്ന പേരും ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇപ്പോൾ ഇവിടെ ഡീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ 11/11 ഞാൻ അയച്ചു കൊടുത്തത്. അതേ സ്പോട്ടിൽ 11/12 എനിക്ക് വീണ്ടും കോൾ വന്നു. അപ്പം ഞാൻ ചെറിയൊരു അടുക്കള പണിയിലായതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ശരി അവരെന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോൾ ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ബഹൻ, നിങ്ങളുടെ അക്കൗണ്ടിലെ പേര് ഇതന്നെയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്. പിന്നെ കുറച്ച് നേരത്തേക്ക് കോളൊന്നും വന്നില്ല. പിന്നെ നിങ്ങൾക്ക് കാണാം 12:05 ഒരു കോൾ വന്നു. ഞാൻ കോൾ വീണ്ടും എടുത്തു. ഒരു ബഹൻ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടിട്ടുണ്ട്. അത് പറച്ചിലും കോള് കട്ടായി. അപ്പം ഞാനൊരു മെസ്സേജ് വെച്ചു, ജി. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കോൾ വന്നു. ബഹൻ, അപ്പം എൻ്റെ അടുത്ത് നിന്ന് കട്ടായി പോയതാണ്, ചെറിയൊരു തിരക്കിൽ വേറെ ഒരു കോൾ വന്ന് കട്ടായി പോയതാന്ന് പറഞ്ഞ് വീണ്ടും തുടർന്നു. ബഹൻ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട്. അത് നേരിട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് കോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ബഹൻ. എൻ്റെ പേര് സൽമാൻ എന്നാണ്. ആ സൽമാൻ എന്നുള്ള പേരിൽ നിങ്ങളൊരു കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ സഹായം ലഭിക്കും. അതിന് ചെറിയൊരു തുക നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞ് വീണ്ടും കത്തി. കൺഫേം, ഇത് സ്കാമാണ്. ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത്.
പിന്നെ കട്ട് ചെയ്തത് 12:08 പിന്നീട് 12:09 വീണ്ടും ഒരു കോൾ വന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു തിരക്കിൻ്റെ ഇടയിലൊക്കെയാണ് ഫോൺ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കോൾ എടുത്തില്ല. ഓക്കെ, പിന്നീട് അങ്ങോട്ട് അദ്ദേഹം കുറച്ച് കോളുകൾ ചെയ്തിട്ടുണ്ട്. ഈ 12:09 ഞാൻ കോൾ എടുത്തില്ല. ഓക്കെ, അതിന് ശേഷം എനിക്ക് നേരെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ബാങ്കിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതും സെയിം പാകിസ്ഥാൻ നമ്പറാണ്. ഇതാണ് നമ്പർ. ഓക്കെ, അപ്പോൾ ആ നമ്പറിൻ്റെ DP വരുന്നത് SBI എന്ന ബാങ്കിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ 12:08 നമ്മൾ കോൾ 9 കോൾ നിർത്തി അതേ സ്പോട്ടിൽ ഇവിടെ 12:10 എനിക്ക് വീണ്ടും കോൾ വന്നു. ആ കോള് എൻ്റെ ഫോണിലെ അജ്ഞാത നമ്പറുകൾ പെട്ടെന്ന് ഇതാവില്ല. അവിടെ കോൾ എനിക്ക് റിങ്ങും കേട്ടില്ലായിരുന്നു, അത് ഞാൻ കോൾ എടുത്തില്ല. പിന്നെ നോക്കിയപ്പോഴാണ് അതിൽ മിസ് കോൾ വന്നെടുക്കുന്നുണ്ടത്. തുടർന്ന് ഞാനൊരു ഒരു മെസ്സേജ് കൊടുത്തു. 12:16 ഓക്കെ, 12:16 മെസ്സേജ് കൊടുത്ത സ്പോട്ടിൽ തന്നെ എനിക്ക് കോൾ വന്നു. സോറി, ബാക്ക്ഗ്രൗണ്ടിന് ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് 12:16 അതേ സ്പോട്ടിൽ കോൾ വന്നു. ആ കോളിൽ ഇങ്ങനെയായിരുന്നു സംസാരിച്ചത്: അസ്സലാമു അലൈക്കും ബഹൻ, നിങ്ങളുടെ പേരിൽ സൽമാൻ ഭായ് ഈ ബാങ്കിലേക്ക് കുറച്ച് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഡോളറായിട്ടാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്കത് ഇന്ത്യൻ മണി ആക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സൽമാൻ ഭായിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കാർഡ് റെഡിയാക്കാനുണ്ട്. അതിന് ശേഷം മാത്രമേ ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അതിനായി ഞാൻ നിങ്ങൾക്ക് ഒരു QR കോഡ് അയച്ചു തരാം. ഇപ്പോൾ 12:16 കോൾ നടന്നുകൊണ്ടിരിക്കുക. 19:10 കോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ അത് സംസാരിക്കേണ്ട ഇടയിൽ തന്നെ എനിക്കൊരു QR കോഡ് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അത് നോക്കൂ. പക്ഷെ ഞാനത് തുറന്നിട്ടില്ല അതുവരെ. അപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ QR കോഡ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കൂ. അതിലേക്ക് നിങ്ങൾ ഒരു 2000 റുപ്യ ആദ്യം അയച്ചു തരണമെന്നായിരുന്നു. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഫോണിലേക്ക് ആ QR കോഡ് വന്നോ ഇല്ലേ നോക്കൂ എന്ന് പറഞ്ഞു. മെസ്സേജ് മാത്രം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബഹൻ, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ഒരു QR കോഡിലേക്ക് 2000 രൂപ അയച്ചു തരണം പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, എൻ്റെ അക്കൗണ്ടിൽ അത്രയും പണമൊന്നുമില്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വെറും ഒരു 10-15 രൂപ മാത്രമേ കാണുള്ളൂ. ബഹൻ, അത് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 2000 രൂപ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്നോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെടുത്തെങ്കിലും ഒരു 10 മിനിറ്റിന് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞ് കടം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇട്ടുതരുമെന്നാണ്. 2000 രൂപ ഇട്ടുതരൂ. അയ്യോ, എനിക്ക് അങ്ങനെ തരുന്ന ആരും ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇല്ല മാം, നിങ്ങളുടെ ബഹൻ, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ ഒരു ദിവസം 2 ദിവസം ഒന്നും പറയണ്ട, വേറൊരു മിനിമം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് വാങ്ങിച്ച് എനിക്ക് ഈ QR കോഡിലേക്ക് അയച്ചു തരുന്നതാണ്. ഞാൻ ഒന്നും മൂളിങ്ങാണ്ട് കട്ട് ചെയ്ത്. ഓക്കെ, ഒരുപാട് നേരം അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാക്കി ഇതുവരെ വാങ്ങിച്ചാക്കെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ പണം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 2000 റുപ്യ ഈ QR കോഡിലേക്ക് വിടണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്ത്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ ഒരു റിപ്ലൈയും പിന്നെ ക്യാഷ് അയക്കാത്തതൊന്നും കാണാനായിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു 12:31 വീണ്ടും കോൾ ചെയ്തു.
പക്ഷെ ഞാൻ എടുത്തില്ല. പിന്നെ ഒരു മിനിറ്റിൽ പിന്നെയും കോൾ ചെയ്ത് എടുത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ കോൾ എടുക്കാത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. उठाइए, कॉल उठाइए, वरना आपके लिए बहुत बड़ी दिक्कत हो जाएगी, ठीक है ना। आपका नंबर साइबर क्राइम में दे दिया जाएगा, पुलिस में, ठीक है ना बेटा। फिर आपके लिए बहुत बड़ी दिक्कत हो जाएगी, आप बहुत बड़ी दिक्कत में फंस जाओगी। इसलिए बोल रहे हैं जल्दी से आप कॉल उठाइए और अपना पैसा जल्दी 2000 करवा के अपना पैसा क्लियर करवाइए, ठीक है ना। वरना मजबूरन हमें कार्रवाई करनी पड़ेगी आपके ऊपर, ठीक है। आपने सलमान भाई का इतना पैसा मंगवाया है, अपने खाते में पैसा डलवा लीजिए, ठीक है। उनका पैसा खराब मत कीजिए, ओके। जल्दी कॉल कीजिए. അപ്പോൾ ആ വോയിസ് ഞാൻ കേൾപ്പിച്ചു. അതിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനൊന്ന് വിശദീകരിക്കാം. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കോൾ എടുക്ക്, പെട്ടെന്ന് കോൾ എടുക്ക്, ഇല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ സൈബർ സെല്ലിലേക്കും പോലീസിലേക്കും നിൻ്റെ നമ്പർ കൈമാറിയിട്ടുണ്ട്. അതായത് സൽമാൻ ഭായിൻ്റെ അടുത്തുനിന്ന് പൈസ ചോദിച്ചിട്ട് അത് പൈസ വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്, വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കൂ. പിന്നെ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നീ പെട്ടെന്ന് കോൾ എടുക്ക്, അല്ലെങ്കിൽ ആ 2000 രൂപ ക്ലിയർ ആക്കിയിട്ട് നിൻ്റെ പൈസ നീ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഓക്കെ, ഞാനത് വലിയ മൈൻഡാക്കിയില്ല. പിന്നെ ഒരു 12:30 ആ ഒരു വോയിസ് വന്ന് 12:34. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു വിവരം ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഈ സൽമാൻ്റെ നമ്പറൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ 12:26-നും 1:10-നും അവരും വിളിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു വിവരം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ SBI എന്നുള്ള ബാങ്കിൻ്റെ അവിടെ ചെക്ക് ചെയ്ത 1 മണിക്കൂറിന് ശേഷം 1:53-ന്, ഇന്ന് ഉച്ചയ്ക്ക് 1:53-ന് വീണ്ടും കോൾ വന്ന്, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള നമ്പറുകൾ വരുമ്പോൾ ഈ നമ്പറുകളെ ബ്ലോക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ എൻ്റെ ഓൾറെഡി മലയാളമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പോർട്ട് എന്നൊരു സംഭവം കാണിക്കും. അതിൽ ആ നമ്പറിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതായത് അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ബ്ലോക്കും ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കതിനെ റിപ്പോർട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ സ്കാം എന്ന് കൊടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, റിപ്പോർട്ടും അതോടൊപ്പം ബ്ലോക്കും കൂടി ചെയ്തു. അപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മറ്റേ സൽമാൻ ഭായ്, അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് മാത്രമേ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ല. അപ്പോൾ ബ്ലോക്കും റിപ്പോർട്ടും ഒന്നിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ടും ചെയ്ത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള വീഡിയോകളിൽ നിന്നും ഇതുപോലുള്ള ചാറ്റുകളിൽ നിന്നും ജാഗ്രത പാലിക്കുക. പിന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, ആ കാര്യങ്ങളുടെ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സ്കാമുകളിൽ പോയി പെടാതിരിക്കുക. എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോയാൽ, ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഈ സൈബർ സെൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം
ഇതുപോലുള്ള ചതികളിൽ ആരും പെടരുത് എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇതിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നും എന്തെല്ലാം നടക്കുന്നു എന്നു കൂടെ നിങ്ങൾക്ക് കാണിക്കണം എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വളരെ ജാഗ്രതയോടു കൂടി തന്നെയാണ് ഇതുമായി കൈകാര്യം ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് അതിൽ കാണുന്ന ആ വാട്സപ്പിലേക്കോ മറ്റോ ഡയറക്റ്റ് കയറിപ്പോവാതിരിക്കുക. കയറിപ്പോയാലും അവർ തരുന്ന ചിലപ്പോൾ ഇതുപോലെ QR കോഡ് ആവില്ല, അവർ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പണം ആവശ്യപ്പെടാവില്ല. അവരെന്തെങ്കിലും വീഡിയോസ് കാണാനോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് കാണണം അത് കാണണം എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ തരുന്ന ലിങ്കുകളിൽ നിങ്ങൾ കയറാണ്ടിരിക്കുക. ഓക്കെ, ലിങ്കുകളിൽ കയറി നമ്മുടെ പല അറിയാലോ, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലരും കേൾക്കുന്നതായിരിക്കും, കൂടുതലും നടക്കുന്നതുമാണ്. അപ്പോൾ പല ഡാറ്റകളും അവരുടെ കയ്യിലെത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം അവർക്ക് അടിച്ചെടുക്കാനും പല ഓപ്ഷൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുക. ഓക്കെ, ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇതിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നും എന്തെല്ലാം നടക്കുന്നു എന്നു കൂടെ നിങ്ങൾക്ക് കാണിക്കണം എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വളരെ ജാഗ്രതയോടു കൂടി തന്നെയാണ് ഇതുമായി കൈകാര്യം ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് അതിൽ കാണുന്ന ആ വാട്സപ്പിലേക്കോ മറ്റോ ഡയറക്റ്റ് കയറിപ്പോവാതിരിക്കുക. കയറിപ്പോയാലും അവർ തരുന്ന ചിലപ്പോൾ ഇതുപോലെ QR കോഡ് ആവില്ല, അവർ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പണം ആവശ്യപ്പെടാവില്ല. അവരെന്തെങ്കിലും വീഡിയോസ് കാണാനോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് കാണണം അത് കാണണം എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ തരുന്ന ലിങ്കുകളിൽ നിങ്ങൾ കയറാണ്ടിരിക്കുക. ഓക്കെ, ലിങ്കുകളിൽ കയറി നമ്മുടെ പല അറിയാലോ, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലരും കേൾക്കുന്നതായിരിക്കും, കൂടുതലും നടക്കുന്നതുമാണ്. അപ്പോൾ പല ഡാറ്റകളും അവരുടെ കയ്യിലെത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം അവർക്ക് അടിച്ചെടുക്കാനും പല ഓപ്ഷൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു സത്യാവസ്ഥ കാണിക്കാം. നേരത്തെ ഞാൻ വാട്സപ്പ് നമ്പറിൻ്റെ കൂടെ DP കാണിച്ചെങ്കിലും ആ വാട്സപ്പ് കോളിൻ്റെ പിന്നിലുള്ള ആൾ ഒറിജിനൽ അല്ല. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടാം, അതിലെ വാക്കുകൾ കേൾക്കൂ. मैं लाइव आने का मकसद मेरा ये है कि मेरा नाम इस्तेमाल कर काफ़ी कुछ कौम के गद्दार कॉल कर रहे हैं और पैसे मांग रहे हैं। मैं सबसे गुजारिश करता हूँ कि कोई भी अगर किसी को कॉल आता है तो फौरी तौर पर आप पुलिस में जाकर कंप्लेंट करिए। जो भी नंबर से आपको अगर मेरे नाम से अगर कॉल आता है, कंप्लेंट करिए फौरी इमीडिएटली। और किसी को भी आप 1 रुपया देने की ज़रूरत नहीं है। मैं वाज़े तौर पर मैं कह रहा हूँ, जितने भी लोग मेरी आवाज़ को सुन रहे हैं, इस वीडियो को ज़्यादा से ज़्यादा शेयर करें ताकि वो मज़लूम लोग उनके शिकार से बच जाए। काफ़ी ऐसे कौम के गद्दार जिसमें दूसरे कौम के भी लोग हैं जो मुझे बदनाम करने की कोशिश कर रहे हैं, जो मेरा नाम इस्तेमाल कर पैसे मांग रहे हैं। किसी को भी 1 रुपया देने की ज़रूरत नहीं है। अल्हम्दुलिल्लाह हम देना जानते हैं, लेना नहीं जानते। अल्हम्दुलिल्लाह अल्लाह ने आपके भाई को बहुत चीज़ों से नवाजा है, तो हम किसी को फ़ोन कर पैसे नहीं मांगते। ये बहुत गलत है। जितने भी लोग मेरी आवाज़ को सुन रहे हैं, आप ज़्यादा ഇനി ഒറിജിനൽ സൽമാൻ ഭായിയും ഡൂപ്പ് സൽമാൻ ഭായിയും തമ്മിലുള്ള ഒരു സംഭാഷണമായാലോ. सलमान भाई आते रहो मेरे बजट, मैंने आपको पेमेंट यहाँ से भी ऑनलाइन करवा दी, आपके अकाउंट पे यहाँ से सक्सेसफुल करवा दिया, ठीक है। लेकिन पेमेंट आपके अकाउंट में नहीं जा पा रहा है। वो कह रहे करेंसी एक्सचेंज करवानी पड़ेगी, इंडियन करेंसी में कन्वर्ट करवानी पड़ेगी, एक्सचेंज करवानी पड़ेगी। करेंसी एक्सचेंज करवाने की फीस आ रही है आपको 5200 रुपए की। कितना पैसा डाले आप मेरे को अभी? 4,70,000। अच्छा। तो अभी मुझे कितना डालना पड़ेगा?
बात कर रहे हैं भजन? आप कौन बात कर रहे हैं? तुम्हारे बाप बात कर रहे हैं, तुम्हारे बाप। समझ में आ रहे हैं? सलमान भाई बात कर रहे हो? तुम्हारे बाप बात कर रहे हैं, बहुत जल्द तुमको पकड़ने वाले हैं तुम्हारे बाप, समझ गया ना? भाईजान प्लीज आप एक बार वीडियो कॉल पे बात करो प्लीज। अरे वो हरामखोर, तू कितने लोगों के पैसे लूटा तू अब तक? नहीं अब तक तो 2-3 आदमी को लूटा है। क्यों लूटा रहे हैं, क्यों लूटा है? भाईजान मैं सब काम छोड़ रहा हूँ, प्लीज एक बार आपको देखना चाहता हूँ, प्लीज भाईजान। मेरे को देखना चाहता हूँ? तेरे बाप तेरा सामने आ देना जब देख तू। അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുന്നെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആരും ഇതുപോലുള്ള ചതികളിൽ പോയി പെടാതിരിക്കുക. പക്ഷേ അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.